പെരുമ്പാവൂരിനടുത്ത സീറോ മലബാർ പള്ളിയിൽ സഹവികാരിയായിരുന്ന വൈദികൻ പള്ളിയിൽ കാറ്റഗിസവും അധ്യാപികയായിരുന്ന ഭർത്തേമതിയെ ഗർഭിണിയാക്കി മുങ്ങിയതായിട്ടുള്ള പരാതി അരമന കോടതി മുൻപാകെ എത്തിയിരിക്കുകയാണ്. യുവതിയുടെ ഭർത്താവ് തന്നെയാണ് വൈദികനുമായുള്ള അവിഹിതം കണ്ടെത്തി പരാതിയുമായി അരമനയിലെത്തിയത്. അതിനുശേഷം രൂപത അധികാരികൾ വൈദികനെ ഫാദർ പോഴേലി പറമ്പിലിന്റെ ഒത്താശയോടെ ഹോസൂർ രൂപതയിലേക്ക് കടത്തിക്കൊണ്ടുപോയതായും യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്തമതിയായ യുവതിക്ക് ഭർത്താവുമായി സ്വരച്ചേർച്ചയില്ലാതെ വന്നതാണ് നിരന്തരമായ കുടുംബകലഹത്തിന്റെ ആരംഭം തന്നെ. ഈ സാഹചര്യത്തിലാണ് പള്ളിയിൽ സഹവികാരിയുമായി അധ്യാപികയായ യുവതി പ്രണയത്തിലാകുന്നത്. വെറും ഒരു പ്രണയം മാത്രമല്ല, എല്ലാ തരത്തിലും പ്രണയം തന്നെയായിരുന്നു. പള്ളിമേടയിൽ പ്രണയം എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു. അങ്ങനെ ഈ ബന്ധം തുടർന്നു പോരവേ യുവതി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളെ വിവാഹം കഴിച്ചു. പക്ഷെ ഭർത്താവിനോട് എല്ലാ വിധത്തിലുള്ള അകലം പാലിക്കുകയാണ് യുവതി ചെയ്തു പോകുന്നത്. അക്ഷമനായ യുവാവ് യുവതിയെ കൊണ്ട് കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് കാര്യകാരണങ്ങൾ തിരിച്ചറിഞ്ഞത്. സത്യവിശ്വാസിയായ യുവാവ് വൈദികനെതിരെ പരാതിയുമായി അരമന കോടതിയിൽ പോയപ്പോൾ അധികാരികൾ സെറ്റിൽമെന്റിന് തയ്യാറാണോ എന്ന് അന്വേഷിച്ചു. എന്നാൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന യുവാവ് ഇപ്പോൾ അരമന കയറി ഇറങ്ങുകയാണ്. ചേർത്തല വാരനാട് സ്വദേശിയാണ് യുവ വൈദികൻ. യുവതിയും വൈദികനും കാരണം രണ്ടു കുടുംബങ്ങൾ താറുമാറായിരിക്കുകയാണ്. വൈദികന്റെ വീട്ടുകാരും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ധർമ്മസങ്കടത്തിലാണുള്ളത്. വൈദികനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ യുവതിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വൈദികനും പറ്റുന്നില്ല. വൈദികൻ മദ്യപാനവും തുടങ്ങിയതായി കേൾക്കുന്നുണ്ട്. മുൻപും പള്ളിമേടയിൽ വൈദികൻ മദ്യപാനവും തുണ്ടുകാണലും യുവതിയും ഒപ്പമുള്ള ഒരു സല്ലാപവും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സീറോ മലബാർ സഭയിൽ പല ഇടവകകളിലും യുവ വൈദികർ സംശയ ദൃഷ്ടിയിൽ തന്നെയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് വൈദികർക്ക് കല്യാണം കഴിക്കാനുള്ള അനുവാദം സഭ നൽകണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വരുന്നത്. മറ്റ് സുറിയാനി സഭകളിലെ പോലെ തന്നെ സീറോ മലബാർ സഭയിലെ വൈദികർക്കും വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകുക തന്നെ. ഇത് ദീർഘനാളായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഈ അജണ്ട വെച്ച് പ്രത്യേകം സിനഡ് വിളിച്ചുകൂട്ടി തീരുമാനം എടുക്കുക തന്നെയാണ്.